സർ, ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഈ ജമാഅത്ത് ഇസ്ലാമിയെ തലപ്പത്തേക്ക് കൊണ്ടുവരാനായിരുന്നു അമേരിക്കയുടെ പദ്ധതി. ഏതാണ്ട് അത് നടപ്പാവുകയും ചെയ്തു. അതായത് അമേരിക്കയുടെ ഒരു നിയന്ത്രണത്തിലുള്ള റിമോട്ട് കയ്യിൽ വെച്ചതിന് ശേഷം അവരെ കൊണ്ട് ബംഗ്ലാദേശിനെ ഭരിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യമെന്ന് ഇതുവരെ നമ്മൾ കരുതിയിരുന്ന ബംഗ്ലാദേശ് ഇനി പൂർണ്ണമായും ഒരു മത നിയമങ്ങൾ നടപ്പാക്കുന്ന രാജ്യമായി മാറുമെന്നൊരു സംശയമുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമി പൂർണ്ണമായും അധികാരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഈ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ എല്ലായിടത്തും അവരുടെ ആളുകളാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ മൊത്തം സ്ഥിതി മാറി മറിയുകയാണോ? ബംഗ്ലാദേശിലെ മൊത്തം മാറിയാണ് കാര്യം. നമ്മളിപ്പോൾ മുഹമ്മദ് യൂനുസിനെ കാണും, നൊബേൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹം അങ്ങനെ വലിയ വർഗീയമായിട്ടൊന്നും പെരുമാറിയുന്നവരുമില്ല. കാരണം ഹി ഹാസ് പ്ലെൻറ്റി ഓഫ് എക്സ്പോഷർ. ലോകം മുഴുവനും അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ലോകത്തിൻ്റെ ലേറ്റസ്റ്റ് ട്രെൻഡ്സൊക്കെ അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും നമുക്ക് കാര്യങ്ങൾ സെക്യുലറായിട്ട് പോകണം, ഒരു മതത്തിനും ഒരു ജാതിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷേ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളുടെ പോക്ക് അത്ര ശരിയല്ല. ഇപ്പോൾ പല ആരാധനാലയങ്ങൾക്കും എതിരെ ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ധാക്കേശ്വരി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രത്തിൽ, ഹിന്ദു ക്ഷേത്രത്തിൽ മുഹമ്മദ് യൂനുസ് നേരിട്ട് ചെന്നു. അവിടെ ചെന്ന് എല്ലാവരോടും പറഞ്ഞൊന്നും പേടിക്കാനൊന്നുമില്ല, ഇവിടെ ഒരു സെക്യുലർ നേച്ചറിലേ പോകുള്ളൂ, മറ്റ് മതങ്ങൾക്കെതിരെ ഒന്നും ആക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അവിടെ ചെന്ന് ആശ്വസിപ്പിച്ച സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം മാറിക്കഴിയുമ്പോൾ അത് തന്നെയായിരിക്കും സാഹചര്യം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ അതേപോലെയുള്ള ആൾക്കാർക്കൊക്കെ എതിരെ എന്തെങ്കിലും കുറ്റം പറയുന്ന ആൾക്കാർ ആ പ്രസ്സിനെതിരെ ഭയങ്കരമായിട്ട് ആക്രമണം നടക്കുന്നുണ്ട്. പ്രസ്സിനെതിരെ അത് മാത്രമല്ല, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് 25 ജേർണലിസ്റ്റിനെതിരെ ക്രൈംസ് അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുറ്റം ആരോപിച്ചിരിക്കുന്നത്. സാധാരണ ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രത്തലവൻ എതിരെയൊക്കെ വരുന്നതാണ്. ചിലപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അതേപോലത്തെ അതിഗംഭീരമായ, അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ ഹലാബ്ജ എന്ന് പറയുന്ന സ്ഥലത്ത് കെമിക്കൽ വെപ്പൺ ഉപയോഗിച്ചിരുന്നു. അവരുടെ എഗൻസ്റ്റ് ദെയർ ഓൺ പീപ്പിൾ 5000 പീപ്പിൾ വർ കിൽഡ്. അങ്ങനെയൊക്കെയുള്ള വലിയ സീരിയസ് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് സാധാരണ നമ്മൾ പറയാറ്. അത് ഈ രാഷ്ട്ര തലവന്മാർക്കെതിരെയൊക്കെ ആയിരിക്കും. അതെ, അവരെ കൊണ്ട് അത്രയും വലിയ കുറ്റങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ 25 ജേർണലിസ്റ്റിൻ്റെ പേരിൽ ഇപ്പോൾ അങ്ങനെ കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവരുടെ കാര്യങ്ങളുടെ പോക്ക് ഏത് രീതിയിലാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ അത് മാത്രമല്ല, അവരിപ്പോൾ പറയണത് ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അവർ കൊലപാതകത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ട് ശിക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ വക രാജ്യങ്ങളിലൊക്കെ ഇത് തന്നെയൊക്കെ സംഭവിക്കാറ്. നമ്മൾ പാകിസ്ഥാനിലെ ഉദാഹരണം ഓർമ്മയുണ്ടാവും. സിയാവുളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ബുട്ടായ ഇങ്ങനെ ഓരോ പേരും പറഞ്ഞ് കൊലപാതകം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. അപ്പോൾ ഒരു രാഷ്ട്രത്തലവനെതിരെ ഈ കൊലപാതകത്തിൻ്റെ കുറ്റം ആരോപിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർ പോലീസിനോടോ പട്ടാളത്തോടോ പറയും, അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറയും. ഇപ്പോൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഫയറിംഗ് ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകാൻ ആൾ മരിച്ചെന്നും വരും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന അവിടെ ഒന്ന് പോരാതിരിക്കുന്ന സാഹചര്യം ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ അവിടെ ജനം മുഴുവനും ഇടിച്ച് റോഡുകൾ മുഴുവനും തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പോലീസിനെ പട്ടാളത്തിനെ വിളിക്കാൻ നിർബന്ധിതരാകും. ഷെയ്ഖ് ഹസീന അതിന് മുമ്പ് വന്നുകൊണ്ട് അത് വേണ്ടി വന്നില്ല. അല്ലാത്ത സാഹചര്യത്തിൽ പട്ടാളത്തെ ഉപയോഗിക്കും, ചിലപ്പോൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ അവരുടെ പേരിൽ പിന്നെ പറയുന്നത് കൊലപാതകം നടത്തിയെന്നും പറഞ്ഞ് ആ രാഷ്ട്രത്തലവനെ ആക്രമിക്കുക എന്നുള്ളതാണ് പിന്നത്തെ രീതി. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ എക്സ്ട്രാഡിഷനൊക്കെ പറ്റി പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ കുറ്റവാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏർപ്പാട്. അപ്പോൾ ഹസീനയെ ഒരു കുറ്റവാളിയായിട്ട് പരിഗണിച്ച് തിരിച്ചങ്ങോട്ട് വിടണം എന്ന് ആവശ്യപ്പെടാനാണ് ഇപ്പോൾ അവിടെ ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകാം. കാരണം നമുക്കറിയാമല്ലോ, പണ്ട് ഇറാനിലെ ഷാ അമേരിക്കയിൽ അഭയം തേടി വിപ്ലവം തുടങ്ങി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ ആയത്തുള്ള കമ്മ്യൂണിറ്റി സ്റ്റുഡൻസൊക്കെ കൂടി അമേരിക്കൻ എംബസി വളഞ്ഞു വെച്ചിട്ട് 444 ദിവസം അവരെ ബന്ദികളായിട്ട് വെച്ചു. ഈ ഇറാനിലെ ഷായ തിരിച്ചു തരണമെങ്കിൽ തിരിച്ചു തന്നാലേ ഇവരെ വിട്ടയക്കുള്ളൂ അമേരിക്കയിൽ നിന്നും പറഞ്ഞ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മോഡിയുള്ള സമയത്ത് അങ്ങനെ വലിയ അഭ്യാസം കാണിക്കില്ലായിരിക്കാം. പക്ഷേ നാളെ ഒരിക്കൽ
കുറച്ചുകൂടി മൈൽഡായിട്ടുള്ള ഒരു രാഷ്ട്രത്തലവൻ ഇന്ത്യക്ക് വരാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു തട്ടിക്കൂട്ട് ഗവൺമെൻറ് എന്ന് വിചാരിച്ചു, നമ്മുടെ മുലായം അല്ലെങ്കിൽ ലാലു അല്ലെങ്കിൽ ദീദി മുതലായ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ അവരെ പേടിപ്പിച്ചിട്ട് വേണമെങ്കിൽ വിട്ടുകൊടുക്കണം എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അവർ വഴങ്ങിയെന്നും വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബംഗ്ലാദേശിൽ നിന്ന് വേറെ സഹായം കിട്ടാം. അവിടുന്ന് ആൾക്കാർ ഇവിടെ വന്ന് അവർക്ക് റേഷൻ കാർഡ് കൊടുത്തു, വോട്ടേഴ്സ് ID കാർഡ് കൊടുത്തു, മറ്റ് കാർഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ വന്നിട്ട് ലാലുവിനോ അല്ലെങ്കിൽ അഖിലേഷിനോ അല്ലെങ്കിൽ ദീദിക്കൊക്കെ വോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർ ഹാപ്പിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് വിടുമ്പോൾ അവരും ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ സ്റ്റേ തന്നെ പ്രശ്നമാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇവരിപ്പോൾ വേറൊരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇസ്ലാമിക് റാഡിക്കൽ ഗ്രൂപ്പ്സ് ഉണ്ട് അവിടെ, എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സ്, അവരെയൊക്കെ വിട്ടയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷസീമുദ്ദീൻ റഹ്മാനി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവർ അൻസാറുള്ള ബംഗ്ലാ ടീമിൻ്റെ നേതാവാണ്. അതായത് അവർ ലിങ്ക്ഡ് ടു അൽ ഖൈദയാണ്. അപ്പോൾ അൽ ഖൈദയുമായിട്ട് ബന്ധമുള്ള ഒരു ഇസ്ലാമിസ്റ്റ് റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഈ അൻസാറുള്ള ബംഗ്ല എന്ന് പറയുന്ന ടീമിൻ്റെ ലീഡറാണ് അങ്ങനെ ഇപ്പോൾ ജയിലിൽ നിന്ന് വിട്ടു. മറ്റവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ളൊരു അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഒരു ബിൻ ലാഡൻ പോലെയായിരുന്നു അദ്ദേഹം, ഈ അൻസാറുള്ള ബംഗ്ല എന്ന് പറയുന്ന ടീമിൻ്റെ ആൾ. അവരെ വിട്ടു. പിന്നെ വേറെ അവിടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നത്, ഈ ജമാഅത്തെ ഇസ്ലാമി, അത് ദാറ്റ് വാസ് അണ്ടർ എ ബാൻ, അതിനെ നിരോധിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ നിരോധനമൊക്കെ എടുത്തു മാറ്റി അവർക്ക് ഇനി അതർ രാഷ്ട്രീയ പാർട്ടിയൊക്കെ പോലെ ഫങ്ഷൻ ചെയ്യാനുള്ള അവകാശം അവർക്ക് കൊടുത്തു. അപ്പോൾ മറ്റ് പല അറബ് കൺട്രീസിലും അത് നിരോധിത സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഇപ്പോൾ അവർക്ക് അവിടെ എല്ലാവിധ അനുവാദവും സപ്പോർട്ടും കൊടുത്തിരിക്കുകയാണ്, എങ്ങനെ വേണമെങ്കിലും ഫങ്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസീന പെർഹാപ്സ് വാസ് എൻ ഓട്ടോക്രാറ്റ്, കുറച്ച് ഏകാധിപത്യ പ്രവണതയിലേക്കൊക്കെ വന്നതാണ്. കാരണം അവർ കുടുംബമായിട്ട് വളരെയധികം കാലം അവിടെ ഭരണം നടത്തിയിരിക്കുന്നതാണല്ലോ. അതിൻ്റെ പരിചയമൊക്കെ വെച്ച് കുറച്ച് ഏകാധിപത്യപരമായിട്ടൊക്കെ പെരുമാറിയിരിക്കാം. പക്ഷേ രണ്ട് കാര്യമുണ്ടായിരുന്നു. ഒന്ന്, അവർ എക്സ്ട്രീമിസം ഒരിക്കലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസ് അവരൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്കൊരു സമാധാനമുള്ള കേസായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സിനൊക്കെ അവിടെ താഴ്ച വളരാനുള്ള ഒരു ഏരിയ ആയിട്ട് മാറുകയാണ്. അൽ ഖൈദ പോലെയുള്ള ടീമുകൾക്ക്, അല്ലെങ്കിൽ അത് തന്നെ അവരുടെ അവിടെ അൻസാറുള്ള ബംഗ്ലയുണ്ട്, അവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവർക്ക് സർവ്വവിധ സ്വാതന്ത്ര്യവും കിട്ടുകയാണ്. പിന്നെ ഇപ്പോൾ യൂനുസാണ് തലപ്പത്തുള്ളത്. യൂനുസ് തലപ്പത്തുള്ളപ്പോൾ ഒരു പരിധി വിട്ടങ്ങ് എക്സ്ട്രീമിസത്തിലേക്ക് പോവില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇങ്ങനെയുള്ള കുറേ വിദ്യാർത്ഥികൾ കൂടി ഇങ്ങനെയൊക്കെ സമരം നടത്തി ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ, പണ്ട് ആയത്തുള്ള കൊമ്മിനിയുടെ കാലത്ത് ഇത് തന്നെയാണ് സംഭവിച്ചത്. അവിടെ വിദ്യാർത്ഥികൾ ഭയങ്കര ആക്റ്റീവായി. വിദ്യാർത്ഥികൾ ആക്റ്റീവായി കഴിഞ്ഞപ്പോൾ അമേരിക്കൻ എംബസിയെ ഹോസ്റ്റേജ് ആക്കുന്നതിൽ നിന്നും തടയാനാർക്കും പറ്റാത്ത പോലെ അവർ പെരുമാറാൻ തുടങ്ങി. അതേപോലെ ബംഗ്ലാദേശിലും ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ കൺട്രോളില്ലാത്ത അവസ്ഥ വരും. വിദ്യാർത്ഥി സമരം എന്നുള്ള പേരിലാണല്ലോ നടന്നത്. വാസ്തവത്തിൽ വിദ്യാർത്ഥി സമരം എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് ഈ മറ്റ് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് നടന്നത്. പക്ഷേ വിദ്യാർത്ഥികളുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ യൂനുസ് എന്തെങ്കിലും ഇവരെ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഹണിമൂൺ പീരീഡ് പെട്ടെന്ന് തീരും. ഇത് കഴിഞ്ഞാൽ അങ്ങർക്ക് നേരെ തിരിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. അത് തന്നെയല്ല, അദ്ദേഹത്തിന് വലിയ കൺട്രോളൊന്നും ഉണ്ടാകുകയില്ല ഇവരുടെ അടുത്ത്. ഇവരെ കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മാറിയേക്കാൻ പറയുകയും ചെയ്യും. ആ സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അമേരിക്കയ്ക്ക് കൂടെ ഒരു താല്പര്യമുള്ള ആളായതുകൊണ്ടാണ് തോന്നുന്നു ഈ യൂനിസിനെ ഇപ്പം ഈ ചീഫ് അഡ്വൈസർ എന്ന നിലയിലേക്ക് വെച്ചേക്കുന്നത്. പക്ഷേ അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി തന്നെ ഈ ഭരണകൂടത്തിൻ്റെ തലപ്പത്തേക്ക് എത്തുക എന്നുള്ള. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി അവരുടെ വിദ്യാർത്ഥി സംഘടനയുമാണ് ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് നമ്മൾ ആദ്യം മുതൽ കാണുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥി സംഘടനയുടെ പേര് പറഞ്ഞ് പിന്നിൽ നിന്ന് മുഴുവൻ ജമാഅത്ത് ഇസ്ലാമികളും ഈ തീവ്രവാദ ഗ്രൂപ്പുകളല്ലേ. അപ്പം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണോ ആ രീതിയിൽ അതിനെ ഒരു മതരാഷ്ട്രം എന്ന നിലയിലേക്ക് പരിവർത്തനം ചെയ്യുക, ആ ലക്ഷ്യത്തിലേക്കായിരിക്കും ഇവർ നീങ്ങുന്നത്. അതെ, അതങ്ങനെ വരാനേ സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ കണ്ടിട്ട്. പിന്നെ ഇദ്ദേഹത്തെ ഒരു ഫിഗർ ഹെഡായിട്ട് ഇങ്ങനെ വെച്ചേക്കും മുഹമ്മദ് യൂനുസിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് വെസ്റ്റേൺ ഐഡിയാസൊക്കെ ഉണ്ട്, വെസ്റ്റേൺ എക്സ്പോഷർ ഉണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഹി വിൽ ഹാവ് നോ വോയിസ്. മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും ഒരു പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നില്ലല്ലോ അല്ലേ. അതെ അതെ.
അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് തൽക്കാലത്തേക്ക് ഒരു മറയായിട്ട് ഇദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകളും എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസൊക്കെ അവരുടെ തനിനിറം എടുത്ത് പുറത്തു വരാനാണ് സാധ്യത. യൂനസ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ ഹെഡ് ആയിരിക്കുന്ന സമയത്തോളം കുറച്ച് എല്ലാ മതക്കാരോടും സിമ്പതി എന്നൊക്കെ പറയും. അത് കഴിയുമ്പോൾ തനി സ്വരൂപം കാണിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഈ ഷേഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് വിട്ടു നൽകുന്നത് കാരണം ഇവർ കൊലപാതക കേസിലെ പ്രതിയാണ്, ഒരുപാട് സംഭവങ്ങൾക്ക് പ്രതിയായിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് വിട്ടു തന്നേ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ ഔദ്യോഗികമായി ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഈ അഡ്മിനിസ്ട്രേഷനിലെ എല്ലാ മേഖലകളിലും പൂർണ്ണമായും കടന്നു വരികയും അവരുടെ നയം പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം ഇന്ത്യയോട് ആവശ്യപ്പെട്ടാൽ ഇന്ത്യ ഈ ഷേഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ടോ? ഷേഖ് ഹസീനെ വിട്ടുകൊടുക്കില്ല. ഏതായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ ഗവൺമെൻറ് മാറാണല്ലോ. നാളെ വരുന്ന ഗവൺമെൻറ് ഈ പറഞ്ഞ അഖിലേഷിൻ്റെയോ അല്ലെങ്കിൽ ദീദിയുടെയോ അല്ലെങ്കിൽ ലാലു പ്രസാദിൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ ഒരു കൂട്ടുകക്ഷി ഭരണമൊക്കെ വന്നല്ലേ, അപ്പോൾ അവർ വഴങ്ങി കൊടുക്കാൻ നിർബന്ധിതരാകും. ഇപ്പം മോഡി ഉള്ളപ്പോൾ അവരും ബംഗ്ലാദേശും അധികം അങ്ങോട്ട് കളിക്കുമായിരിക്കില്ല. പക്ഷെ ഇത് കഴിയുമ്പോൾ സാഹചര്യം മാറാം. ഇപ്പം തന്നെ ഈ ഹിന്ദുക്കളെ അടക്കം ക്രൂരമായി ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, അവരെ അവിടുന്ന് പുറത്തു പോകണം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു പീഡനം നടത്തുമ്പോൾ ബംഗ്ലാദേശ് മൊത്തത്തിൽ കൺവേർട്ടായി കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, മൊത്തത്തിൽ കൺവേർഷനൊന്നും നടന്നിട്ടില്ല. പക്ഷേ എന്തായാലും കാര്യങ്ങളൊന്നും അത്ര ഗുണമല്ല. പോക്ക് അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയി, അതാ പ്രശ്നം. അപ്പോൾ ഇനി ഏത് രീതിയിലേക്ക് മാറും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.